19 പുനഃസദ്യയിൽ ഞാനും മായനാജും മുഹമ്മദ് ഫൈസിയൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ സമീപിച്ചു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. ബഹുമാനായ AP ഇത് കൊണ്ടുപോകും. നിങ്ങൾ കേട്ട കൂട്ടരെ കല്ലായിക്കാക്ക് പറയാണ് ബഹുമാന്യനായ കാന്തപുരം. ഈ ഇടയായിട്ട് കല്ലായിക്കാക്കും ലീഗിനൊക്കെ കാന്തപുരത്തിനോടും AP വിഭാഗത്തിനോടൊക്കെ എന്തെന്നില്ലാത്തൊരു സ്നേഹം, എന്തെന്നില്ലാത്തൊരു അടുപ്പം. എന്നിട്ട് പറയാണ് കാന്തപുരം മാറി. കാന്തപുരം അല്ലടാ, നിങ്ങളാണ്, നിങ്ങളുടെ നിലപാടിലാണ് മാറ്റം വന്നത്, നിങ്ങൾക്കാണ് മാറ്റം വന്നത്. ഈ കാക്ക AP ഉസ്താദിനെ കള്ളെന്നും ഹിമാറെന്നും കഴുതാന്നും ഓനി എന്നല്ല പറയില്ല. ഇയാളുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെല്ലാം തെറികളാണ് അതിൽ ഈ AP ഉസ്താദിനെ ഈ ചങ്ങാതി വിളിക്കുന്നവര്. അങ്ങനത്തെ ആള് ഇപ്പൊ ഈ അടുത്ത് ഒരു പ്രസംഗം കേട്ടു. AP ഉസ്താദിനെ ഒരുപാട് പുകഴ്ത്തിയിട്ട് അത്രയും വലിയ പ്രഗത്ഭനാണ്, ഇരു സമസ്തകളെയും നയിക്കാനുള്ള കഴിവുള്ള ഒരാളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുകഴ്ത്തിയിട്ട്. ഇപ്പൊ ഷാഫിചാരിയും അയാളും തന്നെ ഒരുപാട് പുകഴ്ത്തിയിട്ടാണ് സംസാരിച്ചത് AP ഉസ്താദിനെ. അപ്പൊ എന്തോ ഒരു മാറ്റം. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് ഈ ചങ്ങാതി തന്നെ ഇപ്പൊ ഈ സമസ്ത മഹൽ ഫെഡറേഷന്റെ പരിപാടിയിൽ പറയാണ് 89 പ്രശ്നം ഉണ്ടായ സമയത്ത് എറണാകുളത്തെ സമ്മേളനം തടുക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തത് മുസ്ലിം ലീഗാണ്. ഞങ്ങളാണ് ആഹ്വാനം ചെയ്തത്, ഞങ്ങളാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ അതിന് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബഹുമാന്യനായ കാന്തപുരം സംസ്ഥയും കൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് എന്റെ പോയില്ലേ? നിങ്ങളെന്താ വിചാരിച്ചു? നിങ്ങൾ എല്ലാവരും കൂടിയാണ് മൂത്രം അയച്ചു കഴിഞ്ഞാൽ 1 2 ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് ഒലിച്ചു പോകും സുന്നി മക്കൾ എന്ന് വിചാരിച്ചോ? 1 നടത്തി 2 നടത്തി. നിങ്ങൾ ഏറ്റില്ല. സുന്നികളെല്ലാം കൂടി തുപ്പിയപ്പോൾ തുപ്പലത്തിൽ ഒലിച്ചു പോയി നിങ്ങൾ. അതുകൊണ്ട് 10 വർഷം ഓപ്പോസിറ്റ്. ലീഗിൽ നല്ല നേതാക്കളുണ്ട്, ലീഗിനോടൊന്നും നമുക്കൊരു വിരോധമല്ല. പക്ഷെ ഇമാതിരി ചാണകത്തിലെ പുഴുക്കൾ എന്തിനാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്? ഈ കല്ലായിനും അതിനെ കാട്ടിച്ച് പുറത്താക്കിയിട്ട് നല്ലൊരു പാർട്ടി ഉണ്ടാക്കുന്നത്. ഈ 2 വഖഫ് കള്ളന്മാരും തൊള്ള തുറന്ന നോണല്ലാതെ പറയില്ല. എടാ എത്ര വയസ്സാണ്, കണ്ടാൽ തന്നെ വണ്ടും വെല്ലിപ്പാരയക്കണം, ചാകാനയക്കണം. സത്യമായിട്ടും മരിക്കാനെന്നൊന്നും ഇവരെ പറയാൻ പാടില്ല. അങ്ങനത്തെ നെറികെട്ട ജന്തുക്കളാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ സമസ്തയെ തമ്മിൽ തല്ലിച്ച് പിരിച്ചു വിട്ടതിന് ശേഷം ഇപ്പൊ അടുത്തത് ഇനി നിലവിലുള്ള സമസ്തയെ അതിനെ കൂടി ഭിന്നിപ്പിച്ച് അതിനെ കൂടി തമ്മിൽ തച്ച് പിരിപ്പിക്കണം. അതാ പോലെ ആവശ്യം. ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ താക്കീത് ചെയ്തു. അതിനപ്പുറം മാധ്യമപ്രവർത്തകരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, അതിനപ്പുറം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, താക്കീത് ചെയ്തു. അതൊന്നും പോരാ, പിരിച്ചു വിടണം എന്നല്ല. അപ്പൊ ജിഫ്രി തങ്ങളെ ഹൈജാക്ക് ചെയ്യല്ലേ ഇവര്? മനസ്സിലായോ? ജിഫ്രി തങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ജിഫ്രി തങ്ങളെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമായിട്ട് പറഞ്ഞാൽ വീണ്ടും കുത്തി ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ട്, ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ താക്കീത് ചെയ്തു, അത് മതി ഞങ്ങൾക്ക്, അത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മതി ഞങ്ങൾക്ക് എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം അത് പറഞ്ഞതിന് ശേഷം അതിപ്പോ ഇന്നലെ പറഞ്ഞത്, അതിന് ശേഷം ഇപ്പൊ വീണ്ടും ഇവര് SMF കൂടിയിട്ട് മുഷാവറയിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ മായിൻ കാക്ക പറയാൻ അപ്പുറത്തേക്ക് ഈ മുഷാവരിന്ന് മാത്രം പോരാ, നമുക്ക് സമസ്തയിൽ നിന്ന് പുറത്താക്കണം. അതിന് നാസർ പൈസ ഉണ്ടായിരിക്കും കാക്ക, നമുക്ക് ശരിയാക്കാന്ന് നമ്മളിവിടെ അല്ലേ.